ഹലോ എവരിവൺ. സെയിൽ ഇന്റർനാഷണലിന്റെ ലോജിസ്റ്റിക്സ് ആൻഡ് വെയർഹൗസ് മാനേജ്മെന്റ് കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഇന്നത്തെ ട്രെയിനിങ് സെഷനിൽ നമ്മുടെ സബ്ജക്ട് എന്ന് പറയുന്നത് കറന്റ് ട്രെൻഡ്സ് ഇൻ ലോജിസ്റ്റിക്സ് എന്നുള്ളതാണ്. ലോജിസ്റ്റിക്സ്, വെയർഹൗസിംഗ്, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്നൊക്കെ കേട്ടിട്ടുള്ളതല്ലാതെ എല്ലാവർക്കും ഇത് വ്യക്തമായ രീതിയിൽ ഇതിന്റെ വ്യത്യാസങ്ങളും ഇതിന്റെ കാര്യങ്ങളും കൃത്യമായിട്ട് ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല. ഈ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് മാത്രമാണ് മിക്കപ്പോഴും ഇത് തമ്മിലുള്ള കാര്യമായ വ്യത്യാസവും അതിന്റെ പുരോഗതിയും ഒക്കെ അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെയധികം ഫീസ് മേടിച്ച് ഒരുപാട് പൈസയ്ക്ക് വലിയ ഫീസ് മേടിച്ച് നടത്തുന്ന സ്ഥാപനങ്ങളിൽ പറയുന്ന മാർക്കറ്റിംഗ് ചെയ്യുന്ന ലേഡീസും ആളുകളും പറയുന്ന കാര്യങ്ങൾ മാത്രമേ പലപ്പോഴും വിദ്യാർത്ഥികളിലേക്കും ഉദ്യോഗാർത്ഥികളിലേക്കും എത്താറുള്ളൂ. അതിന് ഒരു പ്രതിവിധി എന്നോണം നമുക്ക് ഇന്നത്തെ ഇന്റർനാഷണൽ നാഷണൽ ലെവലിൽ ലോജിസ്റ്റിക്സ് എങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമായിരിക്കുന്നു എന്ന് കറന്റ് സിനാരിയോ നോക്കി പഠിക്കാം. പണ്ട് മുതലേ മാർക്കറ്റിംഗ് എന്താണ്, സെയിൽസ് എന്താണ്, ബിസിനസ് എന്താണ്, അക്കൗണ്ട്സ്, ഇതിനെക്കുറിച്ചെല്ലാം ബേസിക്കായി എല്ലാവർക്കും തന്നെ ഒരു ചെറിയ ധാരണയെങ്കിലും ഉണ്ടാവും. അതാത് മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അറിവുണ്ടാവുമെങ്കിലും ആ മേഖലകളിൽ പ്രവർത്തിക്കാത്തവർക്ക് പോലും കുറച്ചൊക്കെ മനസ്സിലാവും എന്താണ് ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പരസ്യങ്ങൾ നമ്മുടെ മനസ്സിൽ തെളിയും. സെയിൽസ് എന്ന് പറയുമ്പോൾ ഒരു ഷോപ്പിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിൽ തെളിയും. അങ്ങനെ ഏതൊരു തരത്തിലുള്ള മാനേജ്മെന്റ് ആണെങ്കിലും നമുക്ക് ഏകദേശമൊക്കെ ഒരു പിടുത്തം കിട്ടും. പക്ഷെ പലപ്പോഴും ലോജിസ്റ്റിക്സ് മേഖലയാണ് കാര്യമായ രീതിയിൽ പുറമെ ഒരു അറിവ് കൊടുക്കാത്തത്. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ ലോജിസ്റ്റിക്സ് പഠിച്ചവരെയല്ല ലോജിസ്റ്റിക്സ് മേഖലയിലെ ജോലിക്ക് എടുത്തുകൊണ്ടിരുന്നത്. ഏതെങ്കിലും ഒരു കോഴ്സ് കഴിഞ്ഞവർ, നല്ല ആരോഗ്യമുള്ളവർ, സാമാന്യ ബുദ്ധിശക്തിയുള്ളവർ ഒരു ട്രെയിനി ആയിട്ട് ലോജിസ്റ്റിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനി കയറുകയും പിന്നീട് അവിടെ ഇരുന്ന് പ്രൊമോഷൻ നേടി വലിയ ഉദ്യോഗത്തിലേക്ക് അവർ മാറുകയും ചെയ്യും. ഏകദേശം ഒരു 7 കൊല്ലമേ ആയിട്ടുള്ളൂ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന രീതിയിൽ ഇത്രയും ഒരു ഡെവലപ്മെന്റ് ആ ഒരു ഏരിയയിൽ വന്നു തുടങ്ങിയിട്ട്. അതായത് പ്രത്യേകിച്ച് ഒരു ഡിപ്പാർട്ട്മെന്റ് ആയി മാറുക എന്നർത്ഥം. എന്നാൽ പ്രധാനമായും ലോജിസ്റ്റിക്സിന്റെ ഒരു ബൂം ഉണ്ടായത് 2019 കൊറോണയ്ക്ക് ശേഷമാണ്. പോസ്റ്റ് കോവിഡ് ഇറ എന്ന് പറയും. പോസ്റ്റ് കോവിഡ് ഇറയിൽ നമ്മൾ എല്ലാവരും മനസ്സിലാക്കിയതാണ് നമ്മുടെ സപ്ലൈ ചെയിൻ, അതായത് നമ്മൾക്ക് സാധനങ്ങൾ കിട്ടുന്നതിലുള്ള കാലതാമസം അല്ലെങ്കിൽ തടസ്സം എത്രമാത്രം നമ്മളെ ബാധിക്കുന്നു എന്നുള്ളത്. ഭൂരിഭാഗം കടകളും അടഞ്ഞു തുടങ്ങിയ സാഹചര്യത്തിൽ പലപ്പോഴും സ്വിഗ്ഗി, സൊമാറ്റോ ഒക്കെ ആയിരിക്കും പല വയസ്സായ ആളുകൾക്കും ഒരുപാട് രീതിയിൽ ഉപകാരം ചെയ്തിട്ട് കിട്ടുക. പിന്നീട് വളരെ വ്യാപകമായ രീതിയിൽ സ്വിഗ്ഗി, സൊമാറ്റോയുടെ ഒരു വളർച്ചയാണ് കണ്ടത്. സ്വിഗ്ഗി, സൊമാറ്റോ മാത്രമല്ല മറ്റ് പല ഓൺലൈൻ പ്ലാറ്റ്ഫോംസിന്റെയും വളർച്ച പെട്ടെന്നായിരുന്നു. അതിനു മുന്നേ ഉണ്ടായ നോട്ട് നിരോധനവും ഡിജിറ്റൽ ട്രാൻസാക്ഷനും, അതായത് കാർഡ് ഉപയോഗിച്ചും UPI ഉപയോഗിച്ചുമുള്ള ട്രാൻസാക്ഷനും ഈ ഒരു കാര്യത്തിന് വളരെ സ്പീഡ് കൂട്ടി. ഫലത്തിൽ ആർക്ക് എവിടെ നിന്നും എന്ത് സാധനവും വാങ്ങാം, ആർക്ക് എവിടെ നിന്നും എന്ത് സാധനത്തിന്റെയും പണവും പേ ചെയ്യാം. ഒരു പ്രത്യേക സ്ഥലം വേണം, ഒരു കെട്ടിടം വേണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ തീർന്നു. ഫലത്തിൽ എന്ത് പറ്റി? നമ്മൾ കാണുന്ന ചുറ്റുപാടുള്ള സൂപ്പർ മാർക്കറ്റുകളൊക്കെ തന്നെയും ആദ്യം വേറൊരാൾക്ക് വിൽക്കുന്നു, അവർ നടത്തുന്നു, വീണ്ടും അത് വേറൊരാൾക്ക് വിൽക്കുന്നു, നടത്തുന്നു. അവസാന സ്റ്റേജിൽ മിക്ക സൂപ്പർ മാർക്കറ്റുകളും പൂട്ടിപ്പോയി. അന്ന് വരെ 10%, 100 കസ്റ്റമറിൽ 10 കസ്റ്റമർ മാത്രമാണ് ഡെലിവറി ഓപ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് 70 മുതൽ 75% കസ്റ്റമേഴ്സ് വരെ ഡെലിവറിയാണ് ഓപ്റ്റ് ചെയ്യുന്നത്. പരമ്പരാഗത രീതിയിൽ കടയിൽ ചെന്ന് സാധനം വാങ്ങിക്കുന്നത് പലപ്പോഴും ഇന്ന് ആളുകൾക്ക് മടിയാണ്. ഒന്ന്, ട്രാഫിക്; 2, വീട്ടിൽ കൊണ്ടുതരും എന്നുള്ള എളുപ്പം. ഇനി അതല്ല, ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ആ ഓഫീസ് അഡ്രസ്സ് കൊടുത്താൽ അവിടേക്ക് സാധനം വരും. അപ്പോൾ ആകെ കൂടെ കിട്ടുന്ന റെസ്റ്റ് എടുക്കുന്ന സമയം വൈകിട്ട് ഓഫീസിൽ നിന്ന് നേരെ വീട്ടിൽ പോകാം എന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ. നമ്മുടെയൊക്കെ കിച്ചണിൽ പണ്ട് ചപ്പാത്തി പരത്തി ചുട്ടെടുക്കുന്നതിന് പകരം റെഡി ടു കുക്ക് ചപ്പാത്തി ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്ത് കിട്ടുന്ന രീതിയിൽ, പാക്കറ്റിൽ കിട്ടുന്ന രീതിയിലായി കാര്യങ്ങൾ. IT പ്രൊഫഷണൽസിലേക്ക് സംബന്ധിച്ച് ഇത് ഇവർക്ക് ഉണ്ടാക്കിയെടുക്കുന്ന സാമ്പത്തിക ലാഭം നിസ്സാരമല്ല. അതായത് ഇവർക്ക് യാതൊരു എക്സ്പെൻസും ഇല്ലാതെ ഇവരുടെ കയ്യിൽ ഈ പറയുന്ന സാധനങ്ങൾ എത്തും. ഇതിൽ ഏറ്റവും രസം, ഈ ഡയറക്റ്റ് ഡെലിവറി ചെയ്യുന്ന പല കാര്യങ്ങൾക്കും സാധാരണ ഷോപ്പിൽ വിൽക്കുന്നതിനെക്കാട്ടി വിലയും കുറവാണെന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഒരു ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് ഫ്ലോ ഓഫ് മണിയാണ് സംസാരിച്ചത്. അപ്പോൾ ലോജിസ്റ്റിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ മൂവ്മെന്റ് എന്നാണ്. അത് പണമായാലും ഡേറ്റ ആയാലും പ്രോഡക്റ്റ് ആയാലും റോ മെറ്റീരിയൽ ആയാലും ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ലോജിസ്റ്റിക്സ് എന്നാണ് പറയാം. എവിടെ നിന്ന് എങ്ങോട്ട് എന്നുള്ളതാണ് ലോജിസ്റ്റിക്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉദാഹരണമായിട്ട് നമ്മളൊരു IT കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്കൊരു 1000 ലാപ്ടോപ്പ് ആവശ്യമുണ്ട്. പണ്ടാണെങ്കിൽ ഇന്ത്യക്കകത്തുള്ള കമ്പനികളിൽ നിന്ന് കൊട്ടേഷൻ ക്ഷണിച്ച് അവർ എത്രയാണോ കുറഞ്ഞ വിലയ്ക്ക് കോട്ട് ചെയ്യുന്നത് ആ വിലയ്ക്ക് നമ്മൾ സംതൃപ്തിപ്പെടേണ്ടതായിട്ട് വന്നു. എന്നാൽ ഇന്ന് ഒരു പടി കൂടെ കടന്ന് ഇത് ഉണ്ടാക്കുന്ന ചൈനയിൽ ഉള്ള കമ്പനി പോയി നേരിട്ട് തന്നെ നമുക്ക് ഡീൽ ചെയ്ത് വളരെ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് സാധനം എത്തിക്കാനായിട്ട് പറ്റും. ഐഫോൺ പോലും ചൈനയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണല്ലോ. അതേപോലെ പെട്രോളിയം റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അതേപോലെ അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, അങ്ങനെ ലോകത്തിൽ പല സ്ഥലങ്ങളിലും പ്രാധാന്യമുള്ള സാധനങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കുമ്പോൾ അതിന്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും പ്രൈസും കാര്യമായ രീതിയിൽ കുറവ് വരും. ഇവിടെ ഒരു പ്രത്യേക കാര്യമുള്ളത്, ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന മൂവ്മെന്റിന്റെ സഹായത്തോടു കൂടി ഈ പറയുന്ന പ്രോഡക്റ്റുകൾ നമ്മുടെ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഇത് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കണ്ടേ? ഉദാഹരണമായിട്ട് ഒരു 1000 ലാപ്ടോപ്പ് നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തു, ലാഭത്തിന് കിട്ടുകയൊക്കെ ചെയ്തു. ഈ ഇമ്പോർട്ട് ചെയ്ത ലാപ്ടോപ്പ് കൊണ്ടുപോയി നമുക്ക് ഓഫീസിൽ വെച്ച് അവിടെ നിന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് റെഡിയാക്കാനായിട്ട് നമുക്ക് സാധിക്കും? ഇല്ല. അപ്പോൾ ഒന്നുകിൽ നമ്മളൊരു വെയർ ഹൗസിൽ കുറച്ച് സ്പേസ് വാടകയ്ക്ക് എടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിക്ക് സ്വന്തമായിട്ട് ഒരു വെയർ ഹൗസ് ഉണ്ടാവണം. ഓട്ടോമാറ്റിക്കലി നമ്മൾ മനസ്സിലാക്കി, വെയർ ഹൗസ് എന്ന് പറയുന്നത് ഫിസിക്കലി സാധനങ്ങൾ സ്റ്റോർ ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്. അതായത് ഈ സൂപ്പർ മാർക്കറ്റൊക്കെ അടച്ചു പോയിട്ടും ഡെലിവറി സംഭവങ്ങൾ കൂടിയിട്ടും എന്തുകൊണ്ടാണ് ഇന്നും സാധനങ്ങൾക്ക് ഷോർട്ടേജ് വരാത്തത്? കാരണം ഈ സൂപ്പർ മാർക്കറ്റ് അടച്ചു പോയാലും അവിടുത്തെ ഈ ചെലവ് വാടകയൊക്കെ ചുരുക്കി ഇവർ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ചെറിയ റൂമോ അല്ലെങ്കിൽ ഒരു വലിയ റൂമോ വെയർ ഹൗസ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് അവിടുന്ന് ഡെലിവറി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന രീതിയിലാണ് ഈ പറയുന്ന ഡെലിവറി ഇപ്പോൾ നടക്കുന്നത്. സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ടിന്റെ വരവോടുകൂടി ഇപ്പോൾ എൻ്റെ സിനാരിയോയി മാറി. 15 മിനിറ്റിനകത്ത് നമ്മുടെ വീട്ടിൽ വേണ്ട എല്ലാ സാധനങ്ങളും നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. പൂർണ്ണമായും വെയർ ഹൗസ് അടിസ്ഥാനത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്. ഫിസിക്കലി സ്റ്റോർ ചെയ്യുന്ന ഒരു കെട്ടിടമാണ് വെയർ ഹൗസ് എന്ന് മനസ്സിലാക്കുമ്പോഴും മറ്റൊരു കാര്യം അതിനകത്ത് ശ്രദ്ധിക്കുക. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് എന്തായിരിക്കും? ഇൻവെന്ററി ആയിരിക്കും, അഥവാ സ്റ്റോക്ക് മാനേജ്മെന്റ് ആയിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്റ്റോക്ക് മാനേജ് ചെയ്ത് കൃത്യമായി എക്സ്പയറി ഡേറ്റും ഇൻവെന്ററിയും അതേപോലെ SKUവും അതേപോലെ റീ ഓർഡർ ലെവലും, അതായത് ഒരു പർട്ടിക്കുലർ ക്വാണ്ടിറ്റിയിൽ കൂടുതൽ സാധനം തീർന്നു പോയാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് റീ ഓർഡർ ലെവലിലേക്ക്
ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം സോഫ്റ്റ്വെയറും ഉണ്ട്. കൂടാതെ അതിൽ ബില്ലിംഗ് സോഫ്റ്റ്വെയർ, അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ, അങ്ങനെ പല സോഫ്റ്റ്വെയറുകളും വരും. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സാമ്പിളിലൂടെ തന്നെ ലോജിസ്റ്റിക്സ് പഠിച്ചു, വെയർഹൗസിംഗ് പഠിച്ചു. പിന്നെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്തായിരിക്കും? വെയർഹൗസുകളിൽ നിന്ന് ലോജിസ്റ്റിക്സിന്റെ സഹായത്തോടു കൂടി കസ്റ്റമർക്ക് എത്തുന്ന പ്രോഡക്റ്റിന്റെ വില തിരിച്ച് ഇതിന്റെ മാനുഫാക്ചറർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർ അല്ലെങ്കിൽ അതിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്ക്, ആർക്കാണോ ബിസിനസ് ഓണർ, അവർക്ക് കിട്ടുമ്പോൾ അവിടെ ഒരു സപ്ലൈ ചെയിൻ പൂർത്തിയായി. അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത് അതിനകത്ത് ലോജിസ്റ്റിക്സും വെയർഹൗസിംഗും ട്രാൻസ്പോർട്ടേഷനും ഡിസ്ട്രിബ്യൂഷനും ഇൻവെന്ററിയും സോഴ്സിംഗും എല്ലാം കൂടെ ചേർന്നതാണെന്ന് അർത്ഥം. പക്ഷേ വെയർഹൗസിംഗ് എന്ന് മാത്രം പറയുമ്പോൾ അതിനകത്ത് വരുന്നത് വെയർ ഹൗസിനകത്ത് നടക്കുന്ന ഓപ്പറേഷൻ, ഡോക്യുമെന്റേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ്. ലോജിസ്റ്റിക്സിലാവട്ടെ ഇൻബൗണ്ട് ലോജിസ്റ്റിക്സ്, ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ്, റിവേഴ്സ് ലോജിസ്റ്റിക്സ്. ഇൻബൗണ്ട് എന്ന് പറയുന്നത് മാനുഫാക്ചറിംഗ് യൂണിറ്റിലേക്കോ അല്ലെങ്കിൽ സെല്ല് ചെയ്യേണ്ട വെയർഹൗസിലേക്കോ വരുന്ന സാധനങ്ങളും റോ മെറ്റീരിയൽ പോലുള്ള സാധനങ്ങളും അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സും. ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഓർഡർ കിട്ടിയതിന് ശേഷം കസ്റ്റമറിലേക്ക് എത്തിക്കാനുള്ള സാധനങ്ങൾ പുറപ്പെടുന്നതിനാണ്. റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെടാതെ വരികയോ കസ്റ്റമർ അൺസാറ്റിസ്ഫൈഡ് ആവുകയോ ചെയ്തു കഴിഞ്ഞാൽ തിരിച്ച് അത് വെയർഹൗസിലേക്ക് എത്തിക്കുന്ന പ്രോസസ്സിനെയാണ് റിവേഴ്സ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇവിടെ ഫ്ലിപ്കാർട്ടിലൊക്കെ നമ്മളൊരു സാധനം ഓർഡർ ചെയ്തിട്ട് അത് നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ 7 ദിവസത്തിനകത്തുള്ള റിട്ടേൺ പോളിസി ഓർക്കുക. എത്ര ട്രാക്ക് ചെയ്തിട്ടാണ് അവർ കൊണ്ടുവരുന്നത് അതേപോലെ ട്രാക്ക് ചെയ്തിട്ടാണ് ഈ സാധനം അത്ര കൃത്യതയോടുകൂടി തിരിച്ചെത്തുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടോ, കസ്റ്റമർ അതിന് എന്തെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടോ, എന്തെങ്കിലും കേടാക്കിയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള എല്ലാ ചെക്കിങ്ങും കൃത്യമായി നടത്തി കമ്പനിക്ക് റിപ്പോർട്ട് കൊടുക്കണം. ഇത്രയൊക്കെ ആക്യുറസി വന്നപ്പോൾ സ്വാഭാവികമായി എല്ലാവരും തന്നെ, അതായത് പണ്ടൊക്കെ നമ്മളൊരു ബൈക്കൊക്കെ റിപ്പയർ ചെയ്യാൻ വേണ്ടി ഒരു ഷോപ്പിൽ ചെല്ലുന്നു അല്ലെങ്കിൽ ഒരു സർവീസ് സെന്റർ ചെല്ലുന്നു, അവർ പറയുന്നു അവിടെ പോയി ആ വണ്ടിയുടെ ഇൻഡിക്കേറ്റർ മേടിച്ചിട്ട് വരാൻ പറയുന്നു, നമ്മൾ സ്റ്റോർ ചെല്ലുന്നു, ഇൻഡിക്കേറ്റർ മേടിച്ചു കൊടുക്കുന്നു. അതൊക്കെ ഇപ്പോൾ ലോജിസ്റ്റിക്സിന്റെ സഹായത്തോടുകൂടി വെയർഹൗസുകളായിട്ട് മാറി. അതുകൊണ്ട് തന്നെ പഴയതിൽ നിന്നും വ്യക്തമായ അടുക്കും ചിട്ടയും സമയവും സ്ഥലവും ഒക്കെ ലാഭിക്കാൻ ഇന്ന് അവർക്ക് സാധിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇതെല്ലാം ഒരു ഒറ്റ കുടക്കീഴിൽ വന്നതുകൊണ്ട് തന്നെ ഡാറ്റ എടുക്കാനും എളുപ്പമാണ്. വിദേശ രാജ്യങ്ങളെല്ലാം പണ്ട് മുതലേ ഈ പറഞ്ഞ ഓൺലൈൻ ഡെലിവറി സിസ്റ്റം ആയതുകൊണ്ടാണ് യുകെയിലും യുഎസിലും കാനഡയിലൊക്കെ വെയർഹൗസിംഗ് ധാരാളം ഉണ്ടായിരുന്നതും ലോജിസ്റ്റിക്സ് എന്ന് നമ്മൾ പറഞ്ഞാലും ഏറ്റവും കൂടുതൽ ജോലി നമുക്ക് കിട്ടിയിരുന്നത് വെയർഹൗസിംഗിലാണ്. എന്നാൽ ഇപ്പോൾ കറണ്ട് ട്രെൻഡ് കാണിക്കുന്നത് ഒട്ടും ശുഭകരമല്ലാത്ത അവസ്ഥയാണ് ഡെവലപ്ഡ് കൺട്രീസിൽ കാണിക്കുന്നത്. ഡെവലപ്ഡ് കൺട്രീസ് എന്ന് പറയുന്നത് കാനഡ, യുഎസ്, യുകെ എന്നിവിടങ്ങളിലാണ്. പല നാടുകളിൽ നിന്ന് കുടിയേറിയവർ അവിടെ ട്രേഡ് യൂണിയൻ സ്ഥാപിക്കുകയും പല തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ അവർ പലപ്പോഴും ഇത്തരം മോശമായ ട്രെൻഡ് കാണിക്കുന്ന തൊഴിലാളികളെ പിരിച്ചുവിടുന്ന രീതിയിലും വെയർഹൗസുകൾ തന്നെ സ്റ്റോപ്പ് ചെയ്യുന്ന രീതിയിലും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പ്ലസ് സൈഡ് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. ലോകത്തിലെ തന്നെ നമ്പർ 1 പോർട്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മദർഷിപ്പ് പോർട്ടായ വിഴിഞ്ഞം പോർട്ട്. 3-4 വർഷത്തിനുള്ളിൽ ഒരുപാട് വെയർഹൗസുകളും ലോജിസ്റ്റിക്സിന്റെ ഒരു വലിയ ഹബ്ബായി തന്നെ മാറും വിഴിഞ്ഞം. നിലവിൽ ഇവിടെ കണ്ടെയ്നർ ഇറക്കി അത് കൊണ്ടുപോകുന്നു എന്നുള്ളതുകൊണ്ട്, അതായത് ലോജിസ്റ്റിക്സ് മാത്രമേ നടക്കുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് വെയർഹൗസിംഗിൽ കാര്യമായി നടക്കുന്നില്ലെങ്കിലും 2-3 വർഷത്തിനകത്ത് തന്നെ ചുറ്റുപാട് ധാരാളം വെയർഹൗസുകളും അതിനനുസരിച്ചുള്ള വേക്കൻസീസും വരും. മറ്റൊന്ന്, ഈ പ്യൂരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞ് വിദേശ രാജ്യങ്ങളിലേക്ക് വളരെ സ്കിൽഡ് ആയിട്ടുള്ള വെയർഹൗസ് ഓഫീസേഴ്സിനെ അവർ തിരിച്ചെടുക്കും എന്നുള്ളതിലും സംശയമില്ല. അവരുടെ എക്കോണമി കറക്റ്റ് ചെയ്യാനായിട്ട് ചെയ്യുന്ന ഈ ഒരു കറക്ഷൻ സിസ്റ്റം സത്യത്തിൽ പുതിയതായിട്ട് ലോജിസ്റ്റിക്സ് മേഖലയിലേക്ക് കടന്നു വരുന്നവർക്ക് ചാൻസ് കൂട്ടുകയാണ് ചെയ്യുന്നത്. ലോജിസ്റ്റിക്സ് വെയർഹൗസിംഗ് ഒക്കെ വളരെ സിമ്പിളാണ്. നമ്മുടെ കോഴ്സിന്റെ പ്രത്യേകത ലോജിസ്റ്റിക്സ് വെയർഹൗസിംഗ് കൂടാതെ അതിനുശേഷം വരുന്ന 3 സ്റ്റെപ്പ് കൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അത് മാർക്കറ്റിംഗും സെയിൽസും കസ്റ്റമർ റിലേഷൻഷിപ്പുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏത് മേഖലയിലാണ് അഭിരുചി, തീർച്ചയായിട്ടും ആ മേഖലയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാം. 100% പ്ലേസ്മെന്റിൽ ലഭിക്കും. വെയർഹൗസിംഗ് വേക്കൻസീസ് അല്ലെങ്കിൽ ലോജിസ്റ്റിക് വേക്കൻസീസ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും എത്രമാത്രം വേക്കൻസീസ് നിലവിലുണ്ടെന്ന്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് സാലറി ഇൻക്രിമെന്റ് കിട്ടുമ്പോൾ ഒരു വെയർഹൗസിൽ നിന്ന് അടുത്ത വെയർഹൗസിലേക്ക് തൊഴിലാളികൾ മാറുന്നതും വിദേശ രാജ്യത്തുള്ള വെയർഹൗസിംഗ് ജോലികൾ കിട്ടുമ്പോൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഇവിടുത്തെ തൊഴിൽ കുറവുകളും കൂടാതെ വളരെ പെട്ടെന്ന് പ്രൊമോഷൻ മേടിക്കുന്നത് കൊണ്ട് അവിടെ വരുന്ന ഒഴിവുകളുമാണ്. എത്രയൊക്കെ പറഞ്ഞാലും ബേസിക് ആയ വിദ്യാഭ്യാസമാണ് പലപ്പോഴും ലോജിസ്റ്റിക്സിലെ നമ്മുടെ സാലറിയും നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഉദാഹരണത്തിന് 10th, +2, ഡിഗ്രി, PG ഇവർക്ക് ഓരോരുത്തർക്കും പഠിക്കുന്നതും സെയിം ആണെങ്കിലും അവർക്ക് കൊടുക്കുന്ന വാല്യൂ, കമ്പനി കൊടുക്കുന്ന വാല്യൂവും സാലറിയും ഡിഫറൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലോജിസ്റ്റിക്സ് പ്രൊഫഷനിൽ പ്രവേശിച്ചതിന് ശേഷം അവിടെ നിന്ന് വെയർഹൗസ് മാനേജർ ആയിട്ടൊക്കെ വളരണമെന്നുണ്ടെങ്കിൽ ഒരു ഡിഗ്രി എടുക്കുന്നത് വളരെ നല്ലതാണ്. ഡിഗ്രി ഉള്ളവർക്ക് വളരെ പെട്ടെന്ന് തന്നെ ലോജിസ്റ്റിക്സിൽ ഉയർന്നു കയറാനായിട്ട് പറ്റും. എയർപോർട്ടിലെ കാർഗോയിലും ഷിപ്പിങ്ങിലും റെയിൽവേ റിലേറ്റഡും റോഡ് റിലേറ്റഡും ആയിട്ടുള്ള എല്ലാ മേഖലകളിലും ലോജിസ്റ്റിക്സും വെയർഹൗസിംഗും സപ്ലൈ ചെയിൻ മാനേജ്മെന്റും ജോലി ധാരാളം ഓഫർ ചെയ്യുന്നുണ്ട്. കാരണം മനുഷ്യനുള്ളിടത്തോളം മൂവ്മെന്റ് ഓഫ് തിങ്സ്, സാധനങ്ങൾ ആവശ്യമായിട്ട് വരും. അത് ഈ പറയുന്ന രീതിയിൽ സൂക്ഷിക്കേണ്ടി വരും, അത് കൈകാര്യം ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും ലോജിസ്റ്റിക്സ് എന്ന് പറയുന്ന മേഖലയിൽ ഒരു തൊഴിലില്ലായ്മ എന്ന് പറയുന്നുണ്ടാവില്ല. മാത്രമല്ല എക്സ്പീരിയൻസ് കൂടുന്നതനുസരിച്ച് സാലറിയും കൂടും. വളരെ കുറഞ്ഞ ഫീസിൽ സീഡ് ഇന്റർനാഷണൽ നടത്തുന്ന ഈ കോഴ്സ് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഈ പുതിയ ബാച്ചിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ അഡ്മിഷൻ എടുക്കുക. ക്ലാസ് തുടങ്ങി 60 ദിവസത്തിനകത്ത് എക്സാമും നടത്തി സർട്ടിഫിക്കറ്റും നിങ്ങൾക്ക് നൽകുന്നതാണ്. മറ്റ് മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായി പണം കിട്ടുന്നു എന്ന് ഉറപ്പുണ്ട്. അതായത് ഒരു കസ്റ്റമർ ഒരു സാധനം ഓർഡർ ചെയ്താൽ കൃത്യമായ രീതിയിൽ ഡെലിവറി ചെയ്താൽ ആ കസ്റ്റമർ പൈസ കൊടുക്കുന്നു എന്നുള്ളതുകൊണ്ട് മണി ഫ്ലോ ധാരാളമുള്ള ഒരു മേഖല ആയതുകൊണ്ട് ഒരിക്കലും ലോജിസ്റ്റിക്സിൽ സാലറിക്ക് ഒരു ബുദ്ധിമുട്ട് വരില്ല. വളരെ സിമ്പിളായി പഠിക്കാവുന്ന ഒരു മാനേജ്മെന്റ് ഭാഗം കൂടിയാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ലോജിസ്റ്റിക്സിന്റെയും സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഒക്കെ പില്ലറായ വെയർഹൗസിംഗ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് തീർത്തും നമുക്ക് തന്നെ സ്വന്തമായി ബിസിനസ് ചെയ്യാനും സാധിക്കും. എന്തായാലും ഇതൊക്കെയാണ് നിലവിലെ ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് വെയർഹൗസിംഗ് സ്ഥലത്തെ ട്രെൻഡുകളായിട്ട് നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ഡ്രോൺസ് തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പിന്നാലെ വരുന്നുണ്ട്. എന്തായാലും എത്രയും വേഗം കോഴ്സിന് ജോയിൻ ചെയ്യുക, നല്ലവണ്ണം പഠിക്കുക. എല്ലാ തരത്തിലും പഠിക്കാനുള്ള സകല സൗകര്യം ഇവിടെ ചെയ്തു തന്നിട്ടുണ്ട്. ബുക്കുണ്ട്, ക്ലാസ് ഉണ്ട്, ഏത് സമയത്തും സംശയം ചോദിക്കാനുള്ള ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നല്ല സിലബസ് ആണ്. എത്രയും വേഗം തീരുമാനമെടുക്കുക. കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ കോർഡിനേറ്ററിനോട് നിങ്ങൾ ചോദിക്കുക. പ്ലേസ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതാണ്. എല്ലാത്തിനും പുറമെ നിങ്ങൾ തന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് ഓരോ കാര്യങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക, ഇതിന്റെ സത്യാവസ്ഥയെ ബോധ്യപ്പെടുക. ഇത്രയും കുറഞ്ഞ ഫീസിന് ഇതേപോലെ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് എപ്പോഴും ലഭിച്ചോളണമെന്നില്ല. അതുകൊണ്ട് അവസരത്തെ വിനിയോഗിക്കുക. താങ്ക് യു എവരി വൺ വൺസ് മോർ.